നഗരസഭാ ചെയർപേഴ്സൺ റിനീഷ മാഡം. നിലവിലെ സാഹചര്യം, ഈ ക്യാമ്പുകൾ എത്ര കുടുംബങ്ങളാണ് തുടരുന്നത്? ക്യാമ്പിൽ 96 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ റിലേറ്റീവ്സിന്റെ വീട്ടിലാണ്. ഇപ്പൊ കുറച്ച് പേരേ ഉള്ളൂ, 50 പേരേ ഇവിടെ ഉള്ളൂ. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കാം. ഇന്നലെ നഗരസഭ തന്നെ പുറത്തുവിട്ട ചില രേഖകളിൽ ഈ സ്ഥലം ഉടമയുടെ പേര് നൗഫൽ ചെട്ടിപ്പടി സ്വദേശിയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ രേഖകളിൽ തന്നെ ഈ കുന്നുംപുറം സ്വദേശിയായുള്ള തോട്ടശ്ശേരിയറ സ്വദേശിയായുള്ള ഒരു സ്ത്രീയുടെ പേരും കാണാൻ സാധിക്കുന്നുണ്ട്. അയാളുടെ ഉമ്മയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജോയിന്റ് ഓണേഴ്സ് ആവാം, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. 2 പേരുടെ പേരിലാണ് ഭൂമിയുള്ളത്. അല്ല, ആയിരിക്കാം. നമുക്ക് ഈ ലൈസൻസ് എടുത്തിട്ടുള്ളത്, ഈ പെർമിറ്റ്, അതായത് മണ്ണ് മാന്താനുള്ള പെർമിറ്റ് എടുത്തിട്ടുള്ളത് ഇയാളുടെ പേരിലാണ്, നൗഫലിന്റെ പേരിലാണ്. ഈ നൗഫലിന്റെ നിലവിൽ നമുക്ക് ബന്ധപ്പെടാൻ സാധിച്ചു. അപ്പൊ ലൈസൻസ് റദ്ദാക്കി നമ്മൾ ഷോക്കോസ് കൊടുത്തു. എക്സ്പ്ലെയിൻ ലൈസൻസ് അയാൾക്ക് ബിൽഡിംഗ് പെർമിറ്റിന്റെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയധികം നിയമം ലംഘിച്ചുകൊണ്ട് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ ഉടമസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹം ഇവിടെ എത്തിച്ചേരേണ്ടതല്ലേ? ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാം. ഇവിടെ ഒരു സ്പെഷ്യൽ സോൺ ഏരിയ ആയിട്ടൊന്നും നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല. നഗരസഭയുടെ 2018 ഇവിടെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. നഗരസഭയുടെ തന്നെ ഒരു ഹെൽത്ത് സെന്റർ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. അവിടെ ഒരു ഈ പറഞ്ഞ അതിന്റെ തൊട്ടടുത്തൊരു പെട്രോൾ പമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അന്നത്തെ 2018 ഇതിനൊക്കെ ശരിക്കും മോണിറ്റർ ചെയ്യേണ്ടത്, ഇവിടെ ഇങ്ങനെ പെർമിഷൻ കൊടുക്കാൻ പറ്റുമോ നോക്കേണ്ടത് സർക്കാർ തരത്തിലുള്ള ജിയോളജിയും റവന്യൂ ആണ്. നമ്മൾക്ക് ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കാനാണ് പറ്റുന്നത്. നമ്മൾ എക്സ്പേർട്സ് അല്ല. ഇതിനെക്കുറിച്ച്, ഇതിൻ്റെ ഭൂമിയെക്കുറിച്ച്, ഇതിൻ്റെ ഘടനയെക്കുറിച്ച്, ഇതൊരു അപകട സാധ്യതയുള്ള ഏരിയ ആണെങ്കിൽ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ജിയോളജിയാണ്. പെർമിഷൻ കൊടുക്കുന്ന നഗരസഭയല്ലേ? പക്ഷേ മണ്ണെടുക്കാനുള്ള പെർമിഷൻ നമ്മളെ സംബന്ധിച്ചു, നഗരസഭയെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഇപ്പോഴും ഞാൻ പറയും ജനപ്രതിനിധികളല്ല, ഉദ്യോഗസ്ഥര്, ഇവരുടെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണെങ്കിൽ അയാൾക്ക് ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കാം. അയാളുടെ മുന്നിൽ വന്ന അപേക്ഷ ക്ലിയർ ആണെങ്കിൽ അയാൾക്ക് മണ്ണ് എടുക്കാനുള്ള പെർമിഷൻ കൊടുക്കാം. അപേക്ഷയിൽ കൊമേഴ്ഷ്യൽ പേർപ്പസ് ബിൽഡിംഗ് ആണെന്ന് പറയുന്നുണ്ട്. അത് എന്താണ് പേർപ്പസ്, എന്ത് തരത്തിലുള്ള ബിൽഡിംഗ് ആണ്, അതിനെക്കുറിച്ചുള്ള വിവരം നഗരസഭയ്ക്ക് ലഭിക്കില്ല. ഇത് നഗരസഭ എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥർക്കല്ല ഇത് ലഭിക്കുന്നത്. ജനപ്രതിനിധികൾ ഇരിക്കുന്ന മീറ്റിംഗിലോ നഗരസഭാ കൗൺസിൽ യോഗത്തിലോ അല്ല ഇവർക്ക് പെർമിഷൻ കൊടുക്കുന്നത്. നമ്മൾ രാഷ്ട്രീയം പറയാനാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് പറയാനറിയാം. അല്ലെങ്കിൽ ഞാൻ പറയാം, പല വിമർശനങ്ങളും ഞാൻ കേട്ടു. അങ്ങനെയാണെങ്കിൽ 2 മാസം മുമ്പേ ഉള്ള സർക്കാർ തലത്തിലുള്ള ജിയോളജിയാണ് ഇതിന് പെർമിഷൻ കൊടുത്തിട്ടുള്ളത്. റവന്യൂ ആണ് ഇത് മോണിറ്റർ ചെയ്യേണ്ടത്, ഭൂമിയാണിത്, റവന്യൂ ആണിത്, റവന്യൂവിന്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. അത്തരത്തിലൊന്നും ഒരു സ്പെഷ്യൽ ഏരിയ ആയിട്ടൊന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല, സ്പെഷ്യൽ സോൺ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല. നഗരസഭയുടെ തന്നെ സ്വന്തം ഹെൽത്ത് സെന്റർ ആണ് അവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒരു പ്രശ്നം ബാധിത ഏരിയ ആയിട്ടൊന്നും ഒരു സിംഗിൾ പേപ്പർ പരാതി പോലും നമുക്ക് ഇല്ല. പരാതി ഇല്ല എന്നുള്ളത് അങ്ങനെ പറയാൻ കഴിയുമോ? നിരവധി പരാതി കൊടുത്തിരുന്ന നാട്ടുകാർ നമ്മളോട് പറഞ്ഞിരുന്നു. ഇപ്പൊ നിങ്ങൾ തന്നെ ക്യാമ്പുകളിലേക്ക് മാറ്റിയ നാട്ടുകാർ പറയുന്നുണ്ട്. കാര്യം പറയാം, കൃത്യമായിട്ട് ക്യാമ്പിലേക്ക് മാറ്റിയ ആളുകളുടെ പരാതി എന്ന് പറഞ്ഞാൽ വീട്ടിൽ വെള്ളം കയറുന്നത് സംബന്ധിച്ചാണ്. ഇങ്കലിൽ നിന്ന് വരുന്ന വെള്ളം, അത് ഈ തവണ ഇങ്കലിൽ നിന്ന് വരുന്ന വെള്ളം, അതിന് മിനിസ്റ്റർ ഉടനടി ഇന്ന് രാവിലെ ഇങ്കലിന്റെ MD അടങ്ങുന്ന ടീം എറണാകുളത്ത് നിന്ന് ഇവിടെ എത്തി അവർക്ക് വേണ്ട പ്രോപ്പർ ഡ്രെയിനേജ് കിട്ടാൻ വേണ്ടിയിട്ടും, അതുപോലെ ഇപ്പം വെള്ളം കയറിയ ആളുകളുടെ വീട്ടിലേക്ക് ഒക്കെ ക്ലീൻ ചെയ്ത് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന്. കഴിഞ്ഞ തവണയും ഒരു മാസം മുമ്പേ ഇങ്ങനെ പകുതി വെള്ളം, ഒരു അധികമല്ല, ഇങ്ങനെ വെള്ളം കയറി വന്ന ഉടനെ തന്നെ അപ്പം തന്നെ അത് വേണ്ട സൗകര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു. ഇവിടെ സ്പെഷ്യൽ സോണല്ല എന്നൊക്കെ പറയുന്ന മേഖലയിൽ വീണ്ടും കോടതി ഉത്തരവൊക്കെ തന്നെ നേടി, അല്ലെങ്കിൽ അത്തരം നടപടികളിലോ കടന്നുപോയി ഈ സ്ഥലം ഉടമ വീണ്ടും ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള അനുമതി തേടിയാൽ നഗരസഭയുടെ നിലപാടെന്താവും? എങ്ങനെയാ? അതായത് ഈ സ്ഥലം ഉടമയ്ക്ക് വീണ്ടും നിർമ്മാണ അനുമതിയൊക്കെ തന്നെ ലഭിച്ചാൽ, കോടതി വഴിയൊക്കെ തന്നെ സ്വാഭാവികമായിട്ട് അദ്ദേഹം ശ്രമിക്കുമല്ലോ, അങ്ങനെ ഒരു അനുമതി ലഭിച്ചാൽ നഗരസഭ ഇതിൽ എന്തെങ്കിലും നിലപാട്? കോടതി എന്താ നഗരസഭയ്ക്കും ബാധകല്ലേ? നഗരസഭയുടെ മുകളിലല്ലേ കോടതി വരുന്നത്? കോടതിയുടെ അപ്പൊ ജനങ്ങളുടെ ഒരു ആശങ്കയിൽ ജനങ്ങളുടെ ആശങ്കയും പ്രതിഷേധവും ഒക്കെ ഞങ്ങൾ ജനങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ജനങ്ങളെ സേഫ് ആയിട്ടിരിക്കുക എന്നുള്ള. ദൈവം സഹായിച്ച് ഇവിടെ ആളാഭായം ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ നഗരസഭ ഒരു വീടിന് പെർമിറ്റ് കൊടുത്തു. ആ വീട്ടിലാണ് ഈ നാച്ചുറൽ കലാമിറ്റി വരുന്നതെങ്കിൽ നഗരസഭയെ നമ്മൾ എങ്ങനെയാണ് കുറ്റം പറയുന്നത്? ഒരു ജനപ്രതിനിധി എങ്ങനെയാണ് നമ്മൾ കുറ്റം? ഈ നാച്ചുറൽ കലാമിറ്റീസ് ഒന്നും നമ്മളെ തടുത്താൽ നിൽക്കുന്ന സംഗതിയല്ല. ഞാൻ പറഞ്ഞല്ലോ, നഗരസഭയുടെ ഭാഗത്ത് നിന്ന് പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആയിട്ട് അവർ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്തിട്ടുണ്ട്? പെർമിറ്റ് കൊടുത്തിട്ടുണ്ട്. പേപ്പേഴ്സ് ക്ലിയർ ആയപ്പോൾ മണ്ണെടുക്കാൻ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഷോക്കോസ് കലാമിറ്റി എന്ന് പറയുമ്പോഴേ ഒരു ഭാഗത്തുനിന്ന് മാത്രം മണ്ണ് ഒലിച്ചിറങ്ങുന്നത് നാച്ചുറൽ കലാമിറ്റി എന്ന് മാത്രം നമുക്ക് ലഘൂകരിക്കാൻ സാധിക്കുമോ? നമ്മൾ എങ്ങനെ പറയാമെന്നറിയോ? ജൂണിന് ശേഷം, അതായത് ഈ നമ്മൾ അനുമതി കൊടുത്തതിന് ശേഷം ഇവിടെ കൺസ്ട്രക്ഷൻ നടന്നിട്ടുണ്ടോ? കൺസ്ട്രക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നമ്മൾ പറയുന്നത് പോലെ ഇത് അൺഓതറൈസ്ഡ് ആയിട്ട് ഇവിടെ കൺസ്ട്രക്ഷൻ നടന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയോ? ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ നടന്നിട്ടില്ല. ഞാൻ എൻ്റെ വാർഡിൽ, ഞാൻ ഇവിടുത്തെ വാർഡ് കൗൺസിലർ കൂടിയാണ്. ഞാൻ ഈ ഏരിയയിൽ പാസ് ചെയ്യുന്നതാണ്. നമ്മൾക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ആളുകൾ അവിടെ പരാതി ഉണ്ട്, ഇവിടെ പരാതി ഉണ്ട്, അതൊക്കെ വ്യക്തമായ രാഷ്ട്രീയമുള്ള ആളുകളാണ് ഈ സംസാരിക്കുന്നത്. അങ്ങനെ പറയാൻ സാധിക്കില്ല.
ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് രാഷ്ട്രീയമൊന്നും പറയാത്ത സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടുന്ന ആളുകൾ ഇവിടെ എത്തി നമ്മളോട് സംസാരിച്ച സമയത്ത് അത് പറയുന്നുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് എന്താ രാഷ്ട്രീയം ഉണ്ടാവില്ലേ? വ്യക്തമായ രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട്. പരാതി പറഞ്ഞവരൊക്കെ രാഷ്ട്രീയമുള്ള ആളുകളാണ്. അങ്ങനല്ല ഞാൻ പറഞ്ഞു, പരാതി പറയാത്തവരും ഉണ്ട്. ഈ നാച്ചുറൽ കലാമിറ്റി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മുനിസിപ്പാലിറ്റിക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കുമോ? വിദഗ്ധ സമിതിയുടെ ഒരു പരിശോധന പോലും കഴിയാതെ എങ്ങനെയാണ് ഇത് നാച്ചുറൽ കലാമിറ്റി എന്ന് മുനിസിപ്പാലിറ്റി പറയാം? ഞാൻ പറയട്ടെ, ഭൂമിയുടെ ഘടന അനുസരിച്ച് ആരാണ് വിദഗ്ധ സംഘടന, അല്ലെങ്കിൽ ആരാണ് വിദഗ്ധ ഡിപ്പാർട്ട്മെന്റ്, ആരാണ്? ഉൾപ്പെടെ നിരവധി വിദഗ്ധരടക്കുന്ന സംഘം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മള് കള്ളാടിയിലൊക്കെ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ അത്തരത്തിലുള്ള പരിശോധനയ്ക്ക് ശേഷമായിരുന്നല്ലോ ഇത് തീരുമാനിച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ ജിയോളജി നൽകിയ ഒരു അനുമതിക്ക് എങ്ങനെയാണ് മുനിസിപ്പാലിറ്റിയിലെ ഒരു ജനപ്രതിനിധി ഉത്തരം പറയേണ്ടത്? മുനിസിപ്പാലിറ്റിയെ പഴിച്ചുകൊണ്ടല്ലോ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഒരു ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഇവിടെ ആളുകൾക്ക് പരാതി ഉണ്ടായിരുന്നു, അത് ആരാണ് മോണിറ്റർ ചെയ്യേണ്ടത്, ആരാണ് അതിന്റെ എക്സ്പേർട്സ്? അവരല്ലേ അതിന് ഉത്തരം പറയേണ്ടത്. എങ്ങനെയാണ് ഒരു ഉദ്യോഗസ്ഥർ ചെയ്ത കാര്യത്തിന് ഒരു ജനപ്രതിനിധി എങ്ങനെയാണ് അതിന് ഉത്തരം പറയേണ്ടത്? ഈ പ്രദേശം നമുക്ക് ഇപ്പോൾ നമ്മൾ പലയിടങ്ങളിലും കേരളത്തിൽ ഫുള്ളായിട്ട് ഇപ്പോൾ ഈ ഒരു സമയമാണ്, ഈ ദുരന്ത സമയത്താണ് ഇതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്തത്. തീർച്ചയായും അതിൽ കൃത്യമായിട്ട് താങ്കൾ ഇടപെട്ടിട്ടുണ്ട്. ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുന്നത്, ഈ പ്രദേശത്ത് മാത്രം എങ്ങനെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു? വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കുന്നത്? നഗരസഭ ഒരു അതായത് അതെങ്ങനെ പറയാൻ സാധിക്കുന്നത് ചോദിച്ചാൽ നമ്മൾ വിഷ്വൽ എടുക്കുന്ന സമയത്ത് അവിടെ മാത്രമാണ് മണ്ണിടിയുന്നത്. നമ്മളെ വിഷ്വൽസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടില്ല എന്നല്ല പറഞ്ഞത് ഞാൻ, ഇവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടില്ല. ഇവിടെ മാത്രം ഉണ്ടാവുന്നത് എങ്ങനെ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഏത് സ്ഥലത്താണ്, ആർക്കാണ്, ഏത് ഡിപ്പാർട്ട്മെന്റിനാണ് ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഈ സ്ഥലത്ത് മണ്ണിടിച്ചിൽ ഉണ്ടാവും എന്ന് മുൻകൂട്ടി പറയാൻ പറ്റുന്നത് ആർക്കാണ്? ഇത് ആരാണ്? ഇത് എന്ത് ചെയ്യാൻ കഴിയും? ആർക്കാണ് ഇത്ര സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ടാവുന്നത്? നമ്മളൊരു വീടിന് ഒരു പെർമിറ്റ് കൊടുത്തു, മണ്ണെടുത്ത സ്ഥലത്താണല്ലോ മണ്ണിടിഞ്ഞത്. അതിന് നഗരസഭ എന്താ വേണ്ടത്? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണെങ്കിൽ നിയമപരമായിട്ട് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഒരു പേപ്പർ വന്നു കഴിഞ്ഞാൽ എന്തായാലും ചെയ്യേണ്ടത്? ഇവിടെ വഴിവിട്ട് എന്താ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു ബിൽഡിങ്ങിന് പെർമിറ്റ് കൊടുത്തോ, പേപ്പേഴ്സ് ക്ലിയർ ആണോ? ഉദ്യോഗസ്ഥർ അറിയേണ്ടതല്ലേ സ്വാഭാവികമായിട്ടും മാഡം. എന്ത് തരത്തിലുള്ള പേർപ്പസ് ആണ്? ഈ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണെന്ന് പറയുന്നുണ്ട്, അതിന്റെ രൂപരേഖയും നമ്മൾ കണ്ടു. എന്താണ് അതിന്റെ പേർപ്പസ് എന്നുള്ളതിൽ അത് തന്നെയാണ് ഞാനും സംസാരിക്കുന്നത്. ഉദ്യോഗസ്ഥരാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. ഉദ്യോഗസ്ഥരാണ് ഇതെല്ലാം അറിയേണ്ടത്. മുനിസിപ്പാലിറ്റിയിൽ അടക്കുന്ന ഉദ്യോഗസ്ഥരാണ്. മുനിസിപ്പാലിറ്റിയിൽ അടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് ഇത് പെർമിറ്റ് കൊടുത്തിട്ടെങ്കിൽ അവരാണ് ഇത് സംസാരിക്കേണ്ടത്. എന്തെങ്കിലും ഞാൻ അത് പറഞ്ഞല്ലോ, ഇന്നലെ തന്നെ നമ്മൾ ഷോക്കോസ് കൊടുത്തു. നമ്മൾ പെർമിറ്റ് നമ്മൾ കൊടുത്ത ലൈസൻസ് ബിൽഡിംഗ് പെർമിറ്റ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷോക്കോസ് കൊടുത്തിട്ടുള്ളത്. ഈ ജനപ്രതിനിധികൾ നിലക്ക് നമ്മൾ ചെയ്യാവുന്ന താങ്കളെ കുറ്റപ്പെടുന്നില്ല. ജനപ്രതിനിധി എന്ന നിലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അരുൺകുമാർ ഇവിടെ സജീവമായിട്ട് ജനങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയതിന് നേതൃത്വം കൊടുത്ത ചെയർപേഴ്സൺ കൂടിയാണ് അവർ.